എന്താണ് ഷാനിക്ക ഫസ്റ്റ് കഴിഞ്ഞല്ലോ, മ്യൂസിക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ എന്തായിരുന്നു? ഞങ്ങള് ചില്ലായിരുന്നു. അത് അങ്ങനെ നമ്മുടെ റെക്കോർഡിംഗ് സെഷൻസ് എവിടെ പൈസ അതൊരു കോൺവെർസേഷൻ. അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ലല്ലോ. അത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴത്തെ ഒരു റെക്കോർഡിംഗ് സെഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവയൺമെന്റ് ഒന്നും ഇല്ല. എല്ലാം ഇപ്പൊ ഭയങ്കര ഐ തിങ്ക് വെരി ഫ്യൂ പീപ്പിൾ ഇപ്പൊ തന്നെ ഇപ്പൊ രവീന്ദ്ര മാഷ് അപ്പ തന്നെ ഒരു സ്ട്രിക്ട്നെസ്സേ ഇല്ലാത്ത ഒരു റെക്കോർഡിംഗ് എൻവയൺമെന്റ് ആണ് ആക്ച്വലി. അവർ തുടങ്ങുമ്പോൾ അവർ കുറെ കഥകളും കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതായിരിക്കും കൂടുതൽ. അതാണ് കൂടുതൽ. അത് 1.5 മണിക്കൂർ പാട്ട്, പിന്നെ ഒരു മണിക്കൂർ അങ്ങനെയാണ്. അപ്പം അതും എത്രയോ എങ്ങനത്തെയൊക്കെയോ പാട്ടുകളൊക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ അവർ രവീന്ദ്ര മാഷ് ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. ലൈക്ക് പുള്ളി വരുമ്പോഴത്തേക്കും പുള്ളി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഇതിലായിരിക്കും മൈൻഡ് സെറ്റിലായിരിക്കും വരുന്നത്. അപ്പോൾ ആ പാട്ടിലോട്ടൊന്ന് കയറാൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അതിൻ്റെ ഒരു വഴി ആക്ച്വലി. അതിലേക്ക് ഒന്ന് എന്താണ് ഇത്. അപ്പോൾ ചുമ്മാ വെറുതെ വന്നിട്ട് പാട്ട് പഠിക്കാം, തുടങ്ങാം എന്നുള്ളതല്ല. അന്ന് ഇങ്ങനെ തുടങ്ങും, ആ രാഗത്തിനെ പറ്റി പറയും, ചിലപ്പോൾ വേറെ രാഗത്തിനെ പറ്റി പറയും, പിന്നെ എന്നിട്ട് ഇതിലേക്ക് വരും, അങ്ങനെയൊക്കെ. ഐ തിങ്ക് ദാറ്റ്സ് ദ തിങ്. നമുക്ക് പിന്നെ അങ്ങനെ അത്രയ്ക്കും നമ്മൾ അതിനെപ്പറ്റി രാഗവും മറ്റതും സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഞങ്ങൾ വന്ന് വീഴും. അതെ അതെ. എനിക്കൊന്ന് വിജയും ഞാനും ഉള്ള റെക്കോർഡിംഗ് സെഷനിൽ ഞാൻ ആ സമയത്താണ് ആക്ച്വലി വിജയ് ഫസ്റ്റ് ടൈം കാണുന്നത്. ചെന്നൈയിലല്ലേ? ആന്റണി. അതെ അതെ അതെ. വിജിപിയിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. മാമരങ്ങളെ ആന്റണി ചേട്ടൻ്റെ സ്റ്റുഡിയോയിലല്ലേ? ആന്റണി ചേട്ടൻ. യെസ്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് റെക്കോർഡിംഗ് സെഷൻസ് ആണല്ലോ അതൊക്കെ. അപ്പോൾ അതൊക്കെ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ റെക്കോർഡിംഗ് സെഷൻസിൻ്റെ കാര്യം ഇതാണ്. മിക്കതും നമ്മൾ ഒന്നാമത് എല്ലാവരും ഫ്രണ്ട്സ് ആയിരിക്കും, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കാര്യം ആയിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാലും മൊത്തം ഗോസിപ്പടി. ഇപ്പോൾ ഇപ്പോൾ വിനീതിൻ്റെ പടത്തിൽ ഹിഷാം പാടാൻ വന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറെ റെക്കോർഡിംഗ് ഉണ്ട്. ഉച്ച വരെയുള്ള സ്ലോട്ടിലാണ് അവൻ വന്നത്. അപ്പോൾ അവൻ ഒരു 10-11 മണിക്ക് വന്നു. നമ്മൾ ഇരുന്ന് അങ്ങ് വർത്താനം തുടങ്ങി. അന്ന് റെക്കോർഡിംഗ് നടന്നില്ല. അടുത്ത ആള് വന്നു. അപ്പം നമ്മൾ സമയം ഇതൊന്നും നോക്കിയൊന്നുമില്ല. പാട്ടിന് വിനീതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ നമ്മൾ രണ്ടുപേരുടെയും ലൈഫിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ടാണ് പാട്ട് നടക്കാത്തത്. ഇങ്ങനെ പറഞ്ഞു പോയി. കാരണം അത് ഈ സ്റ്റുഡിയോ ചാർജ് കൊടുത്ത് ഈ കഥ പറയണോ? ഇല്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഓക്കെ. മറ്റേ നമ്മളൊക്കെ ഞാനൊക്കെ വിജയെ വിളിക്കുമ്പോഴേ ഇവർക്ക് 2-3 പാട്ട് പാടിയിട്ടുണ്ട്. ഞാൻ വിളിച്ച് ആദ്യം ചോദിക്കുന്നത് അതെ നീ ഒരു കൃത്യസമയം പറ എപ്പോൾ വരുമെന്ന്. അരെ വിൻസനാട്ടൻ പറയും മോനെ അവന് ഒരു ദിവസം മുമ്പേ പറയും, പക്ഷെ വരത്തില്ലെന്ന്. ഞാൻ വരാണ്ടിരിക്കില്ല ഒരിക്കലും. 24 hours ഒക്കെ ലേറ്റാവും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. 1 മണിക്കൂറൊക്കെ ലേറ്റായി. വിജയ് 9 മണി രാവിലെ 9 മണിക്ക് റെക്കോർഡിംഗ് വെച്ചിട്ട് അളിയൻ എപ്പോഴും കയറി വന്നു രാത്രി 9 മണിക്ക്. അത് പക്ഷെ നമ്മൾ മാറ്റി, അല്ലാണ്ട് ഞാൻ അത്രയും നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലല്ലോ. നമ്മൾ മാറ്റിയ 9 മണി എന്നുള്ളത് രാത്രി 9 മണിയാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വന്നതാണ്. പാർവതി അവസാനം അപ്പുറത്തൂടെ ഒക്കെ നടന്നു പോയ തബലിസ്റ്റൊക്കെ വിളിച്ച് നിങ്ങൾ എവിടെ നിന്ന് വായിക്കും? വിജയ് യേശുദാസിന്റെ ടൈമാ തബല എടുക്കാന്ന് നടന്ന സംഭവം. അല്ല, ആ പാട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാട്ടും സിനിമയും ഒക്കെയാണ്. കാരണം അത് ഈ ഉദയ എന്ന് പറഞ്ഞ ആ വലിയ കമ്പനിയുടെ തിരിച്ചുവരവായിരുന്നു ആ സിനിമ. അപ്പം ചാക്കോച്ചനെ ഞാൻ ഐ തിങ്ക് അത് ലൈക്ക് കുറേ പാട്ടിലും അത്രയും പാട്ടിൽ ഞാൻ ചാക്കോച്ച ലൈക്ക് ഇത് പ്രോപ്പർ ഒരു സോങ് ആയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് പാടിയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പം ഈ പറഞ്ഞ പോലെ ചാക്കോച്ചൻ്റെ ആ ഒരു ഹെറിറ്റേജ് നോക്കുകയാണെങ്കിൽ ഉദയ തിരിച്ചു വരുന്നു. ദാസറിൻ്റെ മകൻ പാടുന്നു. ഡുവറ്റ് പാടിയ സുജാ ചേച്ചിയുടെ മോള് ശ്വേത. അതുപോലെ വയലാർ പിന്നെ ശരത്തേട്ടനാണ് ഇത് എഴുതിയത്. അപ്പം ആകെ ഹിസ്റ്ററി ഇല്ലാത്തത് ഡയറക്ടർ സിദ്ധാർത്ഥ് ശിവക്കോ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ഹിസ്റ്ററി ഉണ്ടാക്കിയത്.